പഴനി എത്താറായപ്പോൾ റോട്ടിൽ മുരുകൻ്റെ ഒരു ചിത്രം വരച്ച് വെച്ചിരിക്കുന്നു. ഞാനത് കുറച്ചു നേരം നോക്കി നിന്നു. ഇദ്ദേഹമാണ് ആ മനോഹരമായ ചിത്രം വരച്ചത്. പഴനിയുടെ പഴമ കാത്തു സൂക്ഷിക്കുന്ന കുതിരവണ്ടി മാത്രമേ ഇപ്പോൾ നിലവിൽ അവിടെയുള്ളൂ. പഴനിമലയിലേക്കുള്ള തീർത്ഥാടകർ കാൽനടയായിട്ട് ഇപ്പോഴും അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന മലമുകളിലാണ് പഴനിമല സ്ഥിതി ചെയ്യുന്നത്, മുരുകൻ്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിയാൽ ഞാൻ ആദ്യം തിരയുന്ന ഒരു സാധനമുണ്ട്, പഞ്ചാമൃതം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം തന്നെയാണ് പഞ്ചാമൃതം. പിന്നെ എനിക്ക് സങ്കടമായിട്ട് തോന്നിയത് ഈ കൊച്ചുമോൾ കയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമായിരുന്നു. ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്നു. പഴനിമലയിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നല്ല മാറ്റം വന്നിട്ടുണ്ട്. പഴയ ബസ് സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം പോയി, പുതിയ പുതിയ ഷോപ്പുകൾ വന്നു. അപ്പോൾ ഇനി നമുക്ക് പഞ്ചാമൃതം കഴിക്കണത് എങ്ങനെയെന്നുള്ള കാണിച്ചു തരാം. പഞ്ചാമൃതം ഞാൻ എന്തായാലും ദിണ്ടുക്കല്ലുള്ള എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ പഞ്ചാമൃതം കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഞാനത് വാങ്ങിയിട്ട് എൻ്റെ ബാഗിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം നമുക്കിന്ന് പഞ്ചാമൃതം കഴിക്കാം.